മൂന്നാം ഓണം അതേ ഓടിക്കൊണ്ട് നമുക്ക് കാണാം. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, കാണുന്നവർ പോയി കണ്ടു നോക്കാം. ചതയത്തിൻ്റെ അന്ന് ഇതാ പായസം കുടിക്കുന്ന കോലാണ് ഈ കാണുന്നത് കേട്ടോ. നാലാം ഓണം ആയപ്പോഴേക്ക് 4 ദിവസം ഇലയിലാണല്ലോ, പിന്നെ പായസം ഒഴിച്ചപ്പോൾ കുടിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ നക്കി കുടിക്കുക. അമ്മ തലയിൽ മുടിയൊക്കെ പിടിച്ചു കൊടുക്കുക കേട്ടോ, മുടി പായസത്തിൽ കുത്തുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ യാത്ര പറയാൻ വേണ്ടി അടുത്തുള്ള വല്യച്ഛൻ്റെ വീട്ടിലൊക്കെ പോവുകയാണ്. കാരണം നാലാം ഓണം അതായത് ചതയത്തിൻ്റെ അന്ന് ഞങ്ങൾ തിരിച്ച് ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുവാണ് ഞായറാഴ്ച. പിന്നെ തിങ്കളാഴ്ച സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ അവിടെ യാത്ര പറയാൻ വേണ്ടി പോയപ്പോൾ പശുവിനെ കണ്ടപ്പോൾ പശുവിന് പുല്ല് കൊടുക്കുകയാണ് രണ്ടുപേരും കൂടെ. നാട്ടിൽ വരുമ്പോൾ അല്ലേ ഇങ്ങനെ പശുവിന് പുല്ല് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ, ഇവിടെ ഇതൊന്നും കാണാറില്ലല്ലോ. അങ്ങനെ പുല്ലൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പറമ്പിൽ അവിടെ ചക്ക വലിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അച്ഛനും മക്കളും പിന്നെ അതേപോലെ അമ്മച്ചനൊക്കെ പോയപ്പോൾ കൂടെ ഞാനും പോയി. അപ്പോൾ അതേ ഇഹാൻ കണ്ട, അത് അനിയത്തീൻ്റെ മോനാട്ടോ, അവനും ഓടി കളിക്കുകയാണ് ഇവരെ കൂടെ. ഇത് ഞങ്ങൾ പണ്ട് കുളിച്ചുകൊണ്ടിരുന്ന കുളമാണ്, ഇപ്പം ആരും കുളിക്കാത്തതുകൊണ്ട് അങ്ങനെ ഈ ചവറ് എന്ന് പറയില്ല, ഈ ഇലകളൊക്കെ ആട്ടോ വീണ് കിടക്കുന്നത്. മാവുണ്ട്, പ്ലാവുണ്ട്, അതിൻ്റെ മുകളിലെ ഇലകളൊക്കെ ഉണങ്ങിയ ഇലകൾ വീണിട്ട് കിടക്കുകയാണ്. ഒഴുക്കുണ്ട് ചെറുതായിട്ട്, പക്ഷെ എന്നാലും വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെ ദേ ചേമ്പിൻ്റെ പൂവാണ് കേട്ടോ അത് കണ്ടത്, അതൊക്കെ വീഡിയോ എടുത്തു. പിന്നെ അച്ഛൻ്റെ അവിടെ പറമ്പിൽ നമ്മളെ തൊഴിലുറപ്പുകാർ കുറുന്തോട്ടി കുഴിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ കാണാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ്. അങ്ങനെ ഞങ്ങളെ പറമ്പിൽ ദേ ഇവിടെ തെങ്ങുണ്ട്, തെങ്ങിൻ്റെ തൈകളും വെച്ചിട്ടുണ്ട് അവർ. ഇത് പഞ്ചായത്തിൽ അവർക്ക് വേണ്ടിയിട്ടാണ്, അപ്പം തൊഴിലുറപ്പുകാരാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചത്. ഇനി അതവിടെ ഓരോരുത്തർക്കായിട്ട് കൊടുത്ത് വിതരണം ചെയ്യും. അപ്പം ഒന്ന് വലുതാവുന്ന വരെ ഇവിടെ വെച്ചതാണ്. ഇത് കുറുന്തോട്ടിയൊക്കെ കണ്ടില്ലേ, എത്രയാണ് അവർ നട്ടു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ പറമ്പിൽ വെറുതെ കിടക്കുന്ന സംഭവമാണ്. ഇതിങ്ങനെയൊക്കെ വളർത്തി കൊടുക്കുന്നൊന്നും ഞാൻ അറിയില്ലായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒക്കെ കുഴിച്ചിട്ടിട്ട് നിറയെ കുഴിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഏട്ടന് കാണിക്കുകയാണ്, ഇങ്ങനെയാണ് ഈ നമ്മളവിടെ ഇതിന് അപ്പ എന്ന് പറയും, കമ്മ്യൂണിസ്റ്റ് പച്ച എന്നാണ് പേര്. അപ്പോൾ അത് വെച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരികയാണ്. ഇല ഇങ്ങനെ പിടിച്ചിട്ടാണ് പൊട്ടിക്ക് സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ പാപ്പനും മക്കളൊക്കെ അത് അപ്പുറത്തിരുന്നിട്ട് ചെരുപ്പൊക്കെ കഴുകുന്നുണ്ട്, അയ്യാനും കൂടെ സഹായിക്കുന്നുണ്ട്. അവൻ്റെ ചെരുപ്പിൽ, ഇഹാൻ്റെ ചെരുപ്പിൽ ചളിയായി, അപ്പോൾ അത് കഴുകാൻ വേണ്ടി സഹായിക്കുക. അപ്പോഴാണ് തൊട്ടാവാടി കണ്ടത്. തൊട്ടാവാടി എന്ന് നോക്കി നമുക്കിത് എങ്ങനെയാണ്, ഇതെന്താ ഇല എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ മോൻ പറയാണ് തൊട്ടാവാടി ഉറങ്ങുകയാണെന്ന്, വാവ് ഉറങ്ങുന്നു. അപ്പം അത് കാണിച്ചു തരും എനിക്ക്. ഇതാ ഇങ്ങനെ തൊട്ടാലും വാവ് ഉറങ്ങുന്നു പറയാണ് തൊട്ടാവാടി. അപ്പം അതൊക്കെ നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒന്നും മുള്ള് കയ്യിൽ തട്ടിയും തോന്നുന്നു ചെറുതായിട്ട്. വൈകിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ബ്ലോക്ക് പെടുമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ രാത്രി പോകാമെന്ന് വിചാരിച്ചത്, അല്ലെങ്കിൽ നേരത്തെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു. അതുകൊണ്ട് ലേറ്റായി, കുറേ നേരം ഞങ്ങൾക്ക് അവിടെ കളിക്കാൻ പറ്റി. ഇവർ ചക്ക പഴഞ്ചക്കയൊക്കെ കഴിച്ച് ആഘോഷിച്ച്. രാത്രിത്തെ വീഡിയോ ഞാൻ പിന്നിടും.